രാവിലെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? ഗുഡ് മോർണിംഗ് എവ്രി വൺ അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഉച്ചയ്ക്കാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. ഒരു വൈകുന്നേരത്തെ ക്ലാസ് ആണെങ്കിൽ ഗുഡ് ഈവനിങ് എവ്രി വൺ എന്നൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കുട്ടികൾ റിപ്ലൈ പറയും. അതിനുശേഷം നമ്മൾ കുട്ടികളോട് ഇരിക്കാനായിട്ട് പറയാണ്. കുട്ടികൾ എന്തായാലും എണീറ്റ് നിന്നിട്ടായിരിക്കും വിഷയം അല്ലേ? സോ നമ്മൾ അവരോട് ഇരിക്കാൻ എങ്ങനെയാണ് പറയാം? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ് ക്വിക്ക്ലി. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ് ക്വിക്ക്ലി. പെട്ടെന്ന് ഇരിക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. ഇരിക്കുക എന്നാണ് ഇതിൻ്റെ മീനിങ് അല്ലേ? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. പറഞ്ഞു നോക്കുക കേട്ടോ. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സ്പേസ് തരുമ്പോൾ നിങ്ങളത് പറയണം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. ഇനി നമുക്ക് തുടങ്ങാം എന്നെങ്ങനെ പറയാം? ക്ലാസ് തുടങ്ങാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് എവ്രി വൺ പറഞ്ഞു. പിന്നെ എല്ലാവരോടും ഇരിക്കാനായിട്ട് എങ്ങനെ പറയാം? പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ് ക്വിക്ക്ലി എന്ന് പറയണം. നമുക്ക് ക്ലാസ് തുടങ്ങാം എന്നാണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയാം. ഇനി നമുക്ക് അറ്റൻഡൻസ് എടുക്കണം അല്ലേ? ക്ലാസ് ടീച്ചർ ആണെങ്കിൽ അറ്റൻഡൻസ് എടുക്കും. അപ്പോൾ നമ്മളെങ്ങനെയാണ്? ലെറ്റ് മീ ടേക്ക് അറ്റൻഡൻസ്. ഓക്കെ, ലെറ്റ് മീ ടേക്ക് അറ്റൻഡൻസ്. ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് കുട്ടികളുടെ പേര് വിളിക്കാം. എല്ലാവരും പ്രസൻറ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? വി ആർ ഓൾ ഹിയർ അല്ലേ? വി ആർ ഓൾ ഹിയർ. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം എങ്ങനെ പറയാം? വി ആർ ഓൾ ഹിയർ. ഓക്കെ, എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഒരു അപ്രീസിയേഷനൊക്കെ കൊടുക്കാമല്ലോ. ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ അപ്രീസിയേഷൻ കൊടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് എവ്രി വൺ. പിന്നെ കുട്ടികളോട് പറയുന്നത് പ്ലീസ് ടേക്ക് യുവർ സീറ്റ്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലെറ്റ് മീ ടേക്ക് അറ്റൻഡൻസ്. വി ആർ ഓൾ ഹിയർ. ഓക്കെ, ഇനി നമ്മൾ ഇന്ന ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകണമെന്ന് എങ്ങനെ പറയാം? ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട്. ഏതാ ടോപ്പിക് എന്ന് വെച്ചാൽ അത് പറയാം. ഒന്ന് പറഞ്ഞു നോക്കിയേ. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട്. കണ്ടോ? വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട്. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട്. ടോപ്പിക്കിൻ്റെ പേര്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ അത് പറയും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അങ്ങനെ പറയാം. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് എന്നാണ് പറയാം. ഇനി കുട്ടികളോട് പുസ്തകം തുറക്കാൻ പറയണം. അതെങ്ങനെയാണ് പറയുക? എന്നിട്ട് ഇന്ന പേജിലേക്ക് എടുക്കാൻ പറയണം. ഇന്ന പേജ് എടുക്കാൻ പറയണം. അതെങ്ങനെയാണ് പറയുക? പ്ലീസ് ഓപ്പൺ യുവർ ബുക്സ് ടു പേജ് 10. പ്ലീസ് ഓപ്പൺ യുവർ ബുക്സ് ടു പേജ് 15. ഓക്കെ, ഓപ്പൺ